ശ്രീ ഷാബു പ്രസാദ്, ഇ ഡിയുടെ കണക്കുകൾ നോക്കൂ, ഞെട്ടിക്കുന്നതാണ്. ഇ ഡി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന നമ്മളെ ഞെട്ടിക്കുന്നതാണ്. 4500% വർധന. അതിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരെ എടുത്ത കേസുകൾ 121. ആ 121 കേസുകളിൽ 115 പേരും പ്രതിപക്ഷത്തു നിന്നുള്ളവരാണ്. പ്രതിപക്ഷത്തു നിന്നുള്ളവർക്കെതിരെ ഇ ഡി കേസെടുത്താൽ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ വീട് റെയ്ഡ് ചെയ്താൽ വളരെ പെട്ടെന്ന് അവർ മറുകണ്ഠം ചാടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവരുടെ കേസുകൾ ഇല്ലാതാവുന്നത് നമ്മുടെ മുന്നിലുണ്ട്. ചെറിയ കേസുകളല്ല, 1-2 കേസുകളിൽ. ഏറ്റവും ഒടുവിൽ സാബു ജേക്കബിൻ്റെ കേസ് വരെയുണ്ട്. ഛഗൻ ഭുജ്ബാൽ എങ്ങനെയാണ് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് ചെയ്ത് തുടർന്ന് NDA ക്യാമ്പിലെത്തിയപ്പോൾ കേസ് അപ്രത്യക്ഷമായതെന്നറിയാം. അശോക് ചവാൻ മഹാരാഷ്ട്രയിലെ ആദർശ് കോർപ്പറേറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായ കുംഭകോണത്തിൽ നിങ്ങൾ തന്നെ ആരോപണം ഉന്നയിച്ചവരാണ്. ഇ ഡി കേസെടുത്തു, NDAയിലേക്ക് വരുന്നു, കേസ് അപ്രത്യക്ഷമാവുന്നു. ദെൻ അജിത് പവാർ മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രിയായിത്തീരുന്നു. ഇപ്പോഴും ഇ ഡിയുടെ കേസ് എന്തായി എന്നൊരു പിടിയുമില്ല. സുവേന്ദു അധികാരി ശാരദാ ഫണ്ട് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CBI റെയ്ഡ് ചെയ്യുന്നു, ഇ ഡി അടക്കം അന്വേഷിക്കുന്നു. NDA ക്യാമ്പിലെത്തുന്നു, കേസില്ല. ദിഗംബർ കാമത്ത് ഗോവയിൽ കോൺഗ്രസ് പാളയം വിട്ട് BJP ക്യാമ്പിലെത്തുന്നു, കേസില്ല. ഈ സുവേന്ദു, അങ്ങനെ നിരവധി ആളുകൾ. ഹിമന്ത് ബിശ്വ ശർമ്മ IT ഇ ഡി റെയ്ഡ് ചെയ്യുന്നു, NDA ക്യാമ്പിലെത്തുന്നു, കേസ് അവസാനിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, റോയിക്ക് NDAയിൽ ലയിക്കാനൊരു പാർട്ടി ഇല്ലാതെ പോയതാണോ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്? ഷാബു പ്രസാദ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഈ റോയിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച റെയ്ഡ് നടത്തിയത് ഇ ഡി അല്ല, അത് IT ആണ്. ഈ റെയ്ഡ് ഇന്നലെ സംഭവിച്ചതുമല്ല. ഡിസംബർ ആദ്യം മുതൽ ഈ റെയ്ഡ് അവിടെ നടക്കുന്നു. ആ റെയ്ഡ് തുടങ്ങി അവർ അവിടെ വന്ന് കുറെ രേഖകൾ പിടിച്ചെടുത്തു, അവിടെ സീൽ ചെയ്തു. അപ്പോൾ ശ്രീ റോയി ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ വാങ്ങി. ഹൈക്കോടതിയിൽ അദ്ദേഹം സ്റ്റേക്ക് വേണ്ടിയിട്ട് കൊടുത്ത അപേക്ഷ എന്താണ്? ഈ കേസിന്റെയോ ഈ റെയ്ഡിന്റെയോ മെറിറ്റ് അല്ല, പകരം സാങ്കേതിക കാരണങ്ങൾ, ജുറിസ്ഡിക്ഷണൽ ബ്രീച്ച് എന്നൊക്കെയാണ്. കേരളത്തിൽ നിന്നുള്ള IT-കാർക്ക് എന്തിനാണ് ഇവിടെ വരുന്നത്? ഇങ്ങനെയുള്ള സാങ്കേതിക കാരണങ്ങൾ. അല്ലാതെ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണ്, എന്നെ അനാവശ്യമായി വേട്ടയാടുകയാണ്, ഞാൻ എല്ലാ ക്രിമിനലില്ല, അതുകൊണ്ട് ഈ റെയ്ഡ് സ്റ്റേ ചെയ്യണം എന്നല്ല അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിനു പകരം ഈ ബാംഗ്ലൂരിൽ ഇരിക്കുന്ന എന്നെ കേരളത്തിൽ നിന്നുള്ളവർ എന്തിനാണ് റെയ്ഡ് ചെയ്യുന്നത്? അത് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഇവർ പിടിച്ചെടുപ്പോൾ സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന രേഖകൾ എനിക്ക് തിരിച്ചു തരണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ആ റെയ്ഡ് അദ്ദേഹത്തിന് സ്റ്റേ അനുവദിച്ചു. ഹൈക്കോടതിയിൽ നിന്ന്, ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ നിന്ന്, കർണാടക ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ അനുവദിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ സ്റ്റേ മാറി. ആ സ്റ്റേ മാറിയതിന് ശേഷം ആണ് അവർ വീണ്ടും അവിടെ ചെന്ന് അവർ അന്ന് സീൽ ചെയ്ത് വെച്ച രേഖകൾ എടുക്കാനായിട്ട് ചെല്ലുന്നതും ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നടക്കുന്നത്. ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് റെയ്ഡ് ചെയ്യുന്നത്, ഡിസംബറിൽ മുതൽ റെയ്ഡ് ചെയ്യുന്ന കാര്യം ഇവിടെ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങൾക്കോ ഇപ്പോൾ ഈ കുറ്റം പറയുന്നവർക്കോ ഒന്നും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു മലയാളിയായ ഒരു വ്യവസായിയെ BJPക്ക് ചേരാത്തതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് IT ഡിപ്പാർട്ട്മെന്റിനെ വിട്ട് പീഡിപ്പിക്കുന്നു എന്ന ഒരു പരാതി ഇവിടെ ഒരു മാധ്യമങ്ങൾക്കും ഉണ്ടായിരുന്നു. ഈവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോലുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിരുന്നു. സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ അത് വളരെ മാതൃകാപരമായിട്ട് നമുക്കിപ്പം പുറത്തുനിന്ന് നോക്കുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ജീവിത വിജയം നേടിയ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. കടങ്ങളൊന്നുമില്ല, എല്ലാ അർത്ഥത്തിലും. അതായത് സ്വപ്നതുല്യമായ ജീവിതം നയിച്ചിരുന്ന അങ്ങനെയുള്ള ഒരു ബിസിനസ്സുകാരനും മനുഷ്യനുമായിരുന്ന ഈ റോയി ഈ ഒരു IT റെയ്ഡിന്റെ പേരിൽ, അതിന്റെ സമ്മർദ്ദത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാര്യം അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആ പേപ്പറുകൾ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഞാനില്ല, എൻ്റെ എല്ലാ പേപ്പറുകളും ഉണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ച് ഞാൻ എടുത്തുകൊണ്ട് പോകും, ഇങ്ങനെ പറയേണ്ട കാര്യമേ ഉള്ളൂ. ഇനി അഥവാ ഇത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്, അതിനകത്ത് ചിലപ്പോൾ കണക്കുകളിൽ മിസ്മാച്ച് ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ പ്രീവിയസ് കണക്കുകളുമായിട്ട് പൊരുത്തക്കേടുകൾ ഉണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമാണ്, ബിസിനസിന്റെ അകത്ത് സ്വാഭാവികമാണ്. അപ്പോൾ അവരതിന്റെ ചോദ്യങ്ങൾ ചോദിക്കും, അതിന്റെ മറുപടി പറയണം. അവർക്കത് തൃപ്തിയായിട്ടില്ല എങ്കിൽ അതിന്റെ ഫൈൻ അടയ്ക്കേണ്ടി വരും.
എത്ര വലിയ ഫൈൻ വന്നാലും അടയ്ക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണുള്ള സാമ്പത്തിക ശേഷിയുടെ കുറവും അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്. അപ്പോ ഇന്ന കുറച്ച് പേപ്പറുകൾ വേണം എന്ന് പറഞ്ഞപ്പോൾ ആ പേപ്പറുകൾ എടുക്കാൻ അകത്തേക്ക് പോയ റോയിയാണ് സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അത് എന്താണ്? അതിൻ്റെ അകത്ത് വലിയ ദുരൂഹത ഉണ്ടായിരുന്നു. ആ ദുരൂഹത എന്താണെന്നുള്ളത് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. ഇത്രയും ഇവിടെ ഈ നാട്ടിലെ ഒരു 1-2 വർഷം മുമ്പ് ജോയി ആലുക്കാസിന്റെ വീട് റെയ്ഡ് ചെയ്തിരുന്നല്ലോ. അന്ന് നിങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ എത്രയോ ബിസിനസ്സുകാരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും അല്ല, തെറ്റിദ്ധരിക്കേണ്ട ഷാബു പ്രസാദ്, ITO EDO റെയ്ഡ് ചെയ്യുന്നതിനെതിരെ അല്ല. പക്ഷേ 3 ദിവസം 28-ാം തീയതി റെയ്ഡ് തുടങ്ങി 30-ാം തീയതി റെയ്ഡ് അവസാനിക്കുന്നില്ല, അത് തുടരുകയാണ്. അവർ ബന്ധുക്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ മരിച്ചു കിടക്കുമ്പോഴും റെയ്ഡ് 1 മണിക്കൂറോളം തുടർന്നു എന്നാണ് പറയുന്നത്. ശത്രുതാപരമായൊരു സമീപനം ITയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്ന് ബന്ധുക്കൾ പരാതി പറയുന്നു. നമ്മളവിടെ നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടില്ല. സഹോദരൻ പറയുന്നത്, അദ്ദേഹവും നാട്ടിലുണ്ടായിരുന്നില്ല, പക്ഷെ ബന്ധുക്കൾ പറയുന്നതിൽ നിന്ന് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ഈ കമ്പനിയുടെ ഡയറക്ടറാണ്. വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണമെന്ന് പറയുന്നു. സാധാരണ രീതിയിൽ നടത്തിയ ഒരു റെയ്ഡ് പോലെയല്ല കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ കാണുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നോട്ടീസ് കൊടുത്ത് പ്രൊഹിബിഷണറി ഓർഡർ ഇട്ട് സാധനങ്ങൾ ലോക്കറിൽ വെച്ച് അത് തിരിച്ചെടുക്കുന്ന ഘട്ടത്തിലാണ്. നോക്കൂ, ഈ ഒരു കൺഫെഷൻ, ഞാനൊരു എക്സാമ്പിൾ പറയാം. എങ്ങനെയാണ് IT ചിലപ്പോൾ ചില വ്യവസായികളെ നേരിടുന്നത് എന്നുള്ളത്. ഒരു പിടിച്ചെടുത്ത സാധനങ്ങളും ഫ്രീസ് ചെയ്യാൻ പോകുന്ന പണത്തിൻ്റെ കാര്യത്തിലും ഒരു കൺഫെഷൻ കൊടുത്തിട്ട് അതിൽ ഒപ്പിടാനായിട്ട് ആവശ്യപ്പെട്ടാൽ ഇത്രയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇത്രയും കോടികൾ മുടക്കിയ ഈ റോയിയുടെ ബിസിനസ്സും തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലാവുന്ന സാഹചര്യം ഉണ്ടാവും. ജീവിതത്തിൽ ഇന്നുവരെ ഒരു പ്രൊജക്റ്റ് പോലും പറഞ്ഞ സമയത്ത് കൊടുക്കാതിരുന്നിട്ടില്ല റോയി. അപ്പോൾ അദ്ദേഹം നേരിടുന്ന പ്രശ്നം അവിടെയാണ്. മാസങ്ങളോളം വർഷങ്ങളോളമാണ് IT കേസ് അവസാനിക്കുന്ന ഘട്ടത്തിലും ആ കേസ് നീണ്ടു പോയി ഫ്രീസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാന വിഷയമാണ്. താൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന 150 പ്രോജക്റ്റുകളുണ്ട്. ഫണ്ട് മുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ ഒരു ബിസിനസ്സില് ഇവിടെ ഒരു ബിസിനസ് നടക്കുന്നു, അത് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്കും കാര്യങ്ങൾക്കും വിധേയമായിക്കൊണ്ടാണ് നടക്കേണ്ടത്, ചെയ്യുന്നു. അത് പരിശോധിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ സർക്കാരിനുണ്ട്. അതിന് ചോദ്യങ്ങൾക്ക് ആ ബിസിനസിന്റെ ഓണർ, അതിന്റെ ബന്ധപ്പെട്ടവർ ആൻസറബിൾ ആണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? അല്ല, ആ ഏജൻസി ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്നത്. എവിടെ അശോക് ചവാനെതിരെയുള്ള കേസ്? എവിടെ അനിൽ പവാറിനെതിരെയുള്ള കേസ്? അതിലേക്ക് ഞാൻ വരാം. ഇവിടെ പല പ്രതിപക്ഷത്തു നിന്നുള്ള ധാരാളം ആൾക്കാർ BJPയിലേക്കും NDAയിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്? അവർ നേരെ BJP NDAയിലേക്ക് മുന്നണിയിലേക്ക് വന്നു, അവരുടെ പേരിലുണ്ടായിരുന്ന കേസ് ക്യാൻസൽഡ്. ഇങ്ങനെയാണോ? അതോ അവരുടെ പേരിലുള്ള കേസ് നടക്കുകയാണോ? ഇപ്പൊ ഇവിടെ സജീഷും അനൂപും ഒക്കെ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് പാർലമെന്റ് ബജറ്റ് സമ്മേളനം നടക്കുകയാണ്. നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, ഇവരുടെ പേരിലുള്ള കേസ്, അങ്ങനെ കേസ് പിൻവലിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കേസ് ഇല്ല എന്നങ്ങ് പറയാൻ പറ്റുമോ? ആ കേസിന്റെ അവസ്ഥ ഒന്നും വേണ്ട. ഇവരെ അല്ലല്ല ഷാബു പ്രസാദ്, അതാണ് ഇതിനകത്തെ കൗതുകകരമായ കാര്യം. കേസ് പിൻവലിക്കണമെന്നില്ല. കേസുമായി ബന്ധപ്പെട്ട ഒരു ഇല അനങ്ങത്തില്ല, ഒരു ഫയൽ അനങ്ങത്തില്ല, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ രീതിയില്ല. താങ്കളുടെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാമോ, NDAയുമായി ചേർന്ന, അതായത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമായിട്ടിരിക്കുകയും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടിരിക്കുകയും NDA ക്യാമ്പിൽ വന്നതിനു ശേഷം നേരത്തെ റെയ്ഡ് നടത്തപ്പെട്ട ഈ ഉദ്യോഗസ്ഥരുടെ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഏതെങ്കിലും വീടുകളിൽ, ഏതെങ്കിലും ഓഫീസുകളിൽ EDO ITO റെയ്ഡ് നടത്തിയതായിട്ട് അറിയാമോ? NDAയിൽ വന്നതിന് ശേഷം ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. അല്ല, ഈ റെയ്ഡ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 365 ദിവസവും നടത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് ഒരു പ്രാവശ്യം നടത്തി ഒന്നോ രണ്ടോ പ്രാവശ്യം നടത്തി അവർക്ക് ആവശ്യമുള്ള രേഖകളും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന എന്നും ഇങ്ങനെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കണം. അല്ലല്ല, അങ്ങനെ രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് കോടതിയിൽ കൊടുത്ത് കുറ്റപത്രം കൊടുക്കുകയല്ലേ ചെയ്യുക? അല്ല, അതാ ചോദിക്കുന്നത്. ഇപ്പൊ എവിടെ കുറ്റപത്രം? എനിക്കറിയില്ല. എവിടെ പ്രഫുൽ പട്ടേലിനെതിരെയുള്ള കുറ്റപത്രം? എവിടെ സുരേന്ദ്ര അധികാരിക്കെതിരെയുള്ള കുറ്റപത്രം? എവിടെ ദിഗംബർ കാമത്തിനെതിരെയുള്ള കുറ്റപത്രം? കേസുകളെല്ലാം വിവിധ ഘട്ടങ്ങളിലായി കോടതികളിലുണ്ട്. അനൂപ്. അല്ല അരുൺ,
ഇത്രയും പേര് നിങ്ങളുടെ ഈ ഡയറിയെ സഹിച്ചു വിടുന്നതല്ലേ? ഞാൻ ഒരു നിമിഷം ഷാബു, ഒന്ന് ഞാൻ അനുവിലേക്ക് പോയിട്ട് വരാം. അനുവിൽ ഒരു സംശയം. എനിക്ക് വേറെ പണിയുണ്ടായിരുന്നു. ഷാബു സമയം തന്നെയാണ് ഞാൻ അനുവിനും തന്നത്. ഷാബു ഒരു നിമിഷം. ഇത് മോശമാണ്. അനൂപ് താങ്കളോടാണ് ചോദിക്കുന്നത്, താങ്കൾക്ക് മറുപടി സമയം തരും. അനൂപ് ചോദിക്കാം. ഒരേ ഒരു കാര്യം താങ്കൾക്ക് മറുപടി പറയാം. ഇവിടെ ബഹുമാന്യനായ സംഘപരിവാർ സഹയാത്രികൻ ഷാബു പ്രസാദ് ചർച്ചക്കിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ജോയ് ആലുക്കാസിനെതിരെ ഇത്തരമൊരു റെയ്ഡ് നടന്നപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന്. ഞാനിപ്പോൾ റിപ്പോർട്ടറിന്റെ തൃശ്ശൂർ സ്റ്റുഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഈ വരുന്ന വഴിക്ക് ജോയ് ആലുക്കാസിന്റെ ഈ പറയുന്ന ആളുകൾ റെയ്ഡ് ചെയ്ത് ഏറ്റെടുത്തിരിക്കുന്ന ശോഭ സിറ്റിയിലെ അദ്ദേഹത്തിന്റെ വസതി കൂടി കാണുന്ന റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന അവസ്ഥയിലാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട അന്ന് തന്നെ ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. എന്തിന് ജോയ് ആലുക്കാസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തു എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്പെസിഫിക് ആയി ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ നീക്കങ്ങളാണെന്ന് വ്യാപകമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ റെയ്ഡിനകത്തും ഇ ഡിയെ നയിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ട്. ഇതാ ജോസ് ആലുക്കാസിൽ ചില ഈ പറയുന്ന ജോയ് ആലുക്കാസിൽ ചില ഇതുകൾ നടക്കുന്നു എന്ന് പറഞ്ഞ് റെയ്ഡ് ചെയ്യാന്നല്ല. അവിടെ തൃശ്ശൂരിൽ ഇലക്ഷൻ നടക്കുന്നു, സുരേഷ് ഗോപി മത്സരിക്കാൻ പോകുന്നു. ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ടർ ചാനലിൽ ചർച്ചയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അന്നുയർന്ന ആരോപണം എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയിലെ സ്വാധീന ശക്തിയുള്ള ഒരു ബിസിനസ്സുകാരനെ വരുതിയിലാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ റെയ്ഡ് നടന്നത് എന്നുള്ള ആക്ഷേപങ്ങൾ അന്നേ നിലനിന്നിരുന്നേ. ഇതൊരു പുതിയ കാര്യമല്ല. ഇവിടെ ഇ ഡി ഒരു ബിസിനസ്സുകാരനെ, ഒരു രാഷ്ട്രീയ നേതാവിനെ ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ കൃത്യമായ ഞാൻ പറയട്ടെ ഒരു ഷാബു ഉത്തരവില്ല. ഷാബു 2 മിനിറ്റ് അതിലെ മറുപടി ചോദ്യം കേട്ടിട്ട് അവരുടെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞിരുന്നതാണത്. എനിക്ക് ഇതിന്റെ അകത്ത് കയറാനുണ്ട്. അടുത്ത ചാനലിൽ എനിക്ക് കയറാനുണ്ട്. ശരി ഷാബുന് പോവാം. താങ്ക് യു ഷാബു, താങ്ക് യു. Debate with Dr. Arun Kumar.